ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫ്രൂട്ടസ്. അപ്പം നമ്മുടെ ബി ജി എമ്മിയുടെ പുതിയ അപ്ഡേറ്റിൻ്റെ അകത്ത് പുതിയ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം പുതിയ മാപ്പിനെ ബേസ് ചെയ്തിട്ടും അച്ചീവ്മെൻറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടും അച്ചീവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ് പറയുന്നത്. മറ്റുള്ളതും പറഞ്ഞു പോകുന്നുണ്ട്, ബട്ട് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഓരോ പുതിയ അപ്ഡേറ്റിലും ഓരോ പുതിയ അച്ചീവ്മെൻറ്റ്സ് വരും, ചലഞ്ച് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഒരു ചലഞ്ച് ബേസ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്സും ഉണ്ട്, അല്ല ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ട്, അതായത് മെയിൻ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പം അച്ചീവ്മെൻറ്റ് സെക്ഷൻ എടുക്കാം. ഓക്കെ, ഹോണർ അച്ചീവ്മെൻറ്റ്. ഓക്കെ, അച്ചീവ്മെൻറ്റ് സെക്ഷൻ എത്തിയിട്ടുണ്ട്. രണ്ട് മെയിൻ അച്ചീവ്മെൻറ്റ്, ഇതാണ് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന രണ്ട് അച്ചീവ്മെൻറ്റ്. ഒന്ന് ഗോൾഡൻ സാൻഡ്സ് ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റും, പിന്നെ ഒന്ന് വെൻഗാർഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റും. അപ്പോൾ ഈ രണ്ട് അച്ചീവ്മെൻറ്റും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയാം. അത് മാത്രമല്ല വേറെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ സെക്ഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് പോകാമെന്നുണ്ട്. ഇതാണ്ട് ഒന്ന് ഡ്രിഫ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റ്, അതായത് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ഷേപ്പിൽ ഡ്രിഫ്റ്റ് ചെയ്താൽ മതി ഈ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. ജസ്റ്റ് ഒരു പ്രോപ്പർ സർക്കിൾ എടുക്കുക, അതായത് വെഹിക്കിൾ വെച്ചിട്ട് ഒരു സർക്കിൾ ഡ്രിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. അതല്ലാതെ നമ്മുടെ പുതിയ റോണ്ടോ മാപ്പിനെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ലൈക്ക് ആ മാപ്പ് ഒന്ന് കളിച്ചാൽ മതി, അതനുസരിച്ച് അത് കംപ്ലീറ്റ് ആയിക്കോളും. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ടൊന്നും പറയാനില്ല. അല്ല, ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ അതിനെപ്പറ്റി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ് ഈ ആദ്യം കിടക്കുന്ന രണ്ട് അച്ചീവ്മെൻറ്റിൻ്റെയാണ്. കാരണം ഇത് ഉടനെ പോകും. കാരണം ബാക്കി അച്ചീവ്മെൻറ്റൊക്കെ ഇനി ഫിക്സഡ് ആണ്, എപ്പോൾ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. ഈ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 50 ദിവസം കൊണ്ട്, അതായത് ഈ ഒരു ഇവൻറ്റ് തീരുന്നതിനുള്ളിൽ ഈ അച്ചീവ്മെൻറ്റ് പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ അച്ചീവ്മെൻറ്റിനെ പറ്റി പറയാം. ആദ്യത്തെ ഈ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഗോൾഡൻ സാൻഡ്സ് ഗാർഡിയൻ എന്ന് പറയുന്ന ഈ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ബേസ് ചെയ്തിട്ടുള്ള അച്ചീവ്മെൻറ്റ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ മിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആൾ ഡെസേർട്ട് അവേക്കനിങ് മിഷൻ 1 ടൈം എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു സംഭവം സിമ്പിളാണ്, ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തതിൽ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ ഇതൊരു ചലഞ്ച് ബേസ് ചെയ്തിട്ടുള്ള അച്ചീവ്മെൻറ്റ് ആണ്. കുറച്ച് അധികം ടാസ്ക് ഉണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഓരോന്നായിട്ട് നോക്കാം. കുറച്ചധികം ചലഞ്ച് ഉണ്ട്, അത് കറക്റ്റ് ആ ക്രമത്തിൽ ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇവൻറ്റിൽ ഇറങ്ങുമ്പോഴത്തേക്ക് മാപ്പിൽ താഴെയായിട്ട് ഇങ്ങനെ ഒരു ക്രേറ്റ് ഇരിക്കുന്ന ഒരു ഐക്കൺ കാണിക്കും. അത് ഈ ഒരു ലൊക്കേഷനായിട്ട് വരും. ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് ആ ക്രേറ്റ് ഓപ്പൺ ചെയ്യുക. അതാണ് ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഒരു ഐക്കൺ കാണിക്കും. ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രേറ്റ് തുറക്കുക. ഇതാണ് ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് സൈഡിൽ തന്നെ കാണിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 3 നമ്മൾ ആ ഒരു ടെമ്പറൽ സാൻഡ്സ് എന്ന് പറയുന്ന സാധനം എടുക്കണം. അതായത് കുറച്ച് മണ്ണ് ഇങ്ങനെ ഒരു സാധനത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് മാപ്പിൻ്റെ അകത്ത് ഐക്കൺ കാണിക്കും. ഇതുപോലെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് നമ്മളത് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിമി നിങ്ങളെ കൊന്നാലും പേടിക്കേണ്ട. വീണ്ടും എവിടെ നിർത്തിയോ അത് തന്നെ അടുത്ത മാച്ച് വന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതുപോലെ സാൻഡ്സ് എല്ലാം കളക്ട് ചെയ്യുക. അതായത് ആ ഒരു ഇവൻറ്റ് ലൊക്കേഷൻ മൊത്തം 3 എണ്ണം കാണും. അത് 3 കളക്ട് ചെയ്യുക. അത് ഈ മാച്ച് കളക്ട് ചെയ്യണമെന്നില്ല. നിങ്ങളിപ്പോൾ തട്ടിപ്പോകാന്നുണ്ടെങ്കിൽ അടുത്ത മാച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സാൻഡ് എല്ലാം കളക്ട് ചെയ്യുക, അതാണ് രണ്ടാമത്തെ മിഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത മിഷൻ എന്ന് പറയുന്നത് സാൻഡ് എല്ലാം കളക്ട് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ക്രേറ്റ് നിങ്ങൾ ആദ്യം തുറന്നില്ലേ അതേ ക്രേറ്റ് തന്നെയാണ്. അവിടെ ചെന്ന് ടോക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് താഴെ ഈ ഒരു ക്രേറ്റ് കണ്ടില്ലെങ്കിൽ മേളത്ത് ഇവൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമത് വീണ്ടും വന്ന് ആ ക്രേറ്റിനടുത്ത് വരുമ്പോഴേക്കും ഇത് കണക്കൊരു രാജകുമാരി എണീറ്റ് വന്നിട്ട് പിന്നെ പുള്ളിക്കാരുടെ കുറച്ച് മെമ്മറീസ് കളക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കുറച്ച് സംഭവങ്ങൾ ഇത് കാണിക്കും. ഇതാണ് സീക്രട്ട് ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു ക്രമത്തിൽ ഫോളോ ചെയ്താൽ മാത്രമാണ് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മൂന്നാമത്തെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ആദ്യം വന്ന് ഈ ക്രേറ്റ് ഓപ്പൺ ആക്കണം, പിന്നെ സാൻഡ് കളക്ട് ചെയ്യണം, വീണ്ടും വന്ന് ഈ ക്രേറ്റ് ടോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ മൊത്തം 3 എണ്ണം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോഗ്രസ് നമുക്ക് മാപ്പിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മാപ്പ് ഓപ്പൺ ആക്കുക. മാപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്കും സൈഡിലായിട്ട് കണ്ടോ ആ ഡെസേർട്ട് അവേക്കനിങ് മിഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രഷൻ കാണിക്കും. ഇപ്പോൾ നമ്മൾ 3 മിഷൻ കംപ്ലീറ്റ് ചെയ്തു. 4ാമത് ഒരു റിങ് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ രാജകുമാരിയുടെ പുള്ളിക്കാരിയുടെ റിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിനി പോകുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ഇവൻറ്റ് ലൊക്കേഷൻ ഉണ്ടല്ലോ, അതായത് താഴെയുള്ള ഇവൻറ്റ് ലൊക്കേഷൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ പോകാം. ഇപ്പോൾ സേഫ് ആയിട്ടുള്ളത് ദൂരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ്. ഇനി അവിടെ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇവൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ റിങ് അകത്ത് ഐക്കൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറിനകത്താണ്. അപ്പോൾ ഈ ഡോറിൻ്റെ കീ എവിടെ കിട്ടുമെന്ന് ഞാൻ മുമ്പ് നമ്മൾ ഇവൻറ്റ് എക്സ്പ്ലനേഷൻ ചെയ്തപ്പോൾ വീഡിയോ ചെയ്തതാണ്. മേളിൽ പോവുക, കീ എടുക്കുക, വരിക, തുറക്കുക. അപ്പോൾ മേളിൽ പോയി ഞാൻ കീ എടുത്തിട്ട് വരാം. അപ്പോൾ കീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ലൈക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ വന്നിട്ട്, അതായത് അപ്സ്റ്റേഴ്സിൽ വന്നിട്ട് ഇതുപോലെ നമുക്കൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിനകത്തായിരിക്കും ഇത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ചിലപ്പോൾ ഈ പെയിൻറ്റിങ് നോക്കുമ്പോൾ കാണത്തില്ല, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ ഈ നിലയിൽ തന്നെ വേറെ പെയിൻറ്റിങ്സ് കാണും. അതൊക്കെ പോയി ഒന്ന് തുറന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് വന്നിട്ട് താഴെയുള്ള ഈ ഒരു ഡോറ് തുറക്കുന്നു. ഡോറ് തുറന്നകത്ത് കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് ആ റിങ് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം.
അതാണ്ട് ഇവിടെ ആയിട്ട് ആ റിങ് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കി കാണാൻ റിങ് ഇരിപ്പുണ്ട്. അത് പിക്കപ്പ് കൊടുക്കുക. അത് പിക്കപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ 4ാമത്തെ ആ ഒരു മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആവും. വീണ്ടും രാജകുമാരി വന്നിട്ട് വീണ്ടും നമുക്ക് അടുത്ത ടാസ്ക് വരും. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അതും ഇവിടെ തന്നെയാണ്, ഈസിയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ താഴത്തെ നിലയിലേക്ക് പോകാം. ഇതിന് തൊട്ട് താഴെ തന്നെ വേറെ നിലയുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ ടാസ്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരെ താഴോട്ട് പോവുക. താഴോട്ട് പോയിട്ട് അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു പെയിൻറ്റിങ് കാണാൻ പറ്റും. അവിടെ താഴെ ഒരു റൂമുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. മിഷൻസിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ആ ഡോർ ഓപ്പൺ ആക്കുക. ഡോർ ഓപ്പൺ ആക്കിയിട്ട് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് അകത്തൊരു പെയിൻറ്റിങ് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇതാണ് പെയിൻറ്റിങ്. അപ്പോൾ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നൈസായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രാജകുമാരി വന്നിട്ട് നമുക്ക് അടുത്ത ടാസ്ക് വരും. ഇപ്പോൾ ഞാൻ എന്തായാലും ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പെയിൻറ്റിങ് റിവീലാവും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് രാജകുമാരി വന്നിട്ട് വീണ്ടും നമ്മുടെ കുറച്ച് ടാസ്ക് കാര്യങ്ങളൊക്കെ കാണിക്കും. കുറച്ച് ലൂട്ടും കിട്ടും. ഈ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലൂട്ടും കിട്ടുന്നുണ്ട്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മാപ്പിൻ്റെ അകത്ത് ഒരു പുതിയ ഐക്കൺ വരും. അവിടെ പോയിട്ട് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. ലൈക്ക് സെലിബ്രേഷൻ പോലത്തെ ഒരു പരിപാടിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് മാപ്പ് ഓപ്പൺ ആക്കുക. നിങ്ങൾ മാപ്പ് ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതാണ്ട് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ സൈഡിലുള്ള ഈ മൗണ്ടൻ്റെ സൈഡിലായിട്ടൊരു സെലിബ്രേഷൻ്റെ കണക്കത്തൊരു ഐക്കൺ വരും. അവിടെ പോയിട്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു ഐക്കണുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് അത് ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് നൈസായിട്ട് നമ്മുടെ രാജകുമാരി വരും. എന്നിട്ട് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ ആകാശത്ത് കുറച്ച് കുറച്ച് ഫയർ വർക്ക്സ് കാര്യങ്ങൾ സെലിബ്രേഷൻ. ഇതാണ് ഈ ഒരു മിഷൻ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ഇനിയും കുറച്ച് പരിപാടിയുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ഇനി കുറച്ച് ടാസ്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി ഏതൊക്കെ ടാസ്ക്കാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു റിവേഴ്സൽ ബ്ലേഡും എടുക്കണം. പിന്നെ ആ ഒരു ചെങ്കോൽ പോലത്തെ സംഭവം എടുക്കണം. അത് കഴിഞ്ഞ് ചിക്കൻ ഡിന്നർ ഓടിക്കണം. അപ്പോഴാണ് ഈ ചലഞ്ച് ഫുൾ അങ്ങ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി ആ ഒരു ഇത് എവിടുന്നാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൻ്റെ അകത്ത് ചുമ്മാ പോയി ഇത് കളക്ട് ചെയ്യരുത്. അതിന് പകരം 2 സാൻഡ് സ്റ്റോം പോലത്തെ ലൊക്കേഷൻ കാണും, അവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ അകത്ത് നിശ്ചിത ടൈം കഴിയുമ്പോഴത്തേക്കും അത് രണ്ടും വിസിബിൾ ആവും. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിവേഴ്സൽ ബ്ലേഡും ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ സാധനവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റിവേഴ്സൽ ബ്ലേഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ചടങ്ങുണ്ട്, കുറച്ച് ടാസ്ക്കാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ആ സാൻഡ് സ്റ്റോം ലൊക്കേഷനിൽ എത്തിയതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു കത്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ഡാഗറിൻ്റെ ഐക്കൺ കാണിക്കും. അവിടെ ചെന്ന് ഇതുപോലെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നൈസായിട്ട് ആ ഡാഗർ വലിച്ചെടുക്കും. വീണ്ടും നമ്മുടെ പ്രിൻസസ് അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. അതിനുശേഷം വീണ്ടും അടുത്ത സംഭവം കളക്ട് ചെയ്യാൻ കാണിക്കും. എന്നിട്ട് ആ ചെങ്കോല് പോലത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ മാച്ചിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എനിമിയൊക്കെ എടുത്തുകൊണ്ട് പോകാന്നുണ്ടെങ്കിൽ വേറെ മാച്ചിലും കംപ്ലീറ്റ് ചെയ്യാം. ലൈക്ക് ഇത് ഒറ്റ മാച്ചിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ലെക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിത് പോയി കളക്ട് ചെയ്യുന്നതിന് മുമ്പ് എനിമി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വിസിബിൾ ആകത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് മിഷനായിട്ടുള്ള ആ ഒരു സംഭവം കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് ജസ്റ്റ് ചിക്കൻ അടിക്കുക എന്നതാണ് ലാസ്റ്റത്തെ മിഷൻ, ഏറ്റവും ലാസ്റ്റത്തെ മിഷൻ. അപ്പോൾ ഇനി ആ ചെങ്കോലും കൂടെ നമ്മളൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അതുള്ള സാൻഡ് സ്റ്റോം ലൊക്കേഷനിലെത്തി. എന്നിട്ട് ഇത് കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിക്കുക ചടങ്ങാണ്. കറങ്ങി ഇതേപോലെ എല്ലാ സ്ഥലത്തും നടക്കുമ്പോൾ ഈ ഐക്കൺ ഉള്ളത് കാണിക്കും. കറക്റ്റ് ആ സാധനം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഐക്കൺ കാണിക്കും കേട്ടോ അതിനകത്ത്. അപ്പം അവിടെയും പോയി അത് കളക്ട് ചെയ്തു. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ക്രമത്തിൽ തന്നെ ആയിരിക്കണം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചിക്കൻ അടിച്ചാൽ മതി. ഇപ്പം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അതേ ക്രമത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വിൻ ദ മാച്ച് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വേറെ മിഷൻസ് ഒന്നുമില്ല, എല്ലാം നമ്മൾ ആ ഒരു ക്രമത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി പോലത്തെ സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഇതിൻ്റെ ആ ഒരു ക്രമമൊക്കെ അനുസരിച്ച് ലൈക്ക് ഇതിൻ്റെ സ്റ്റോറി എങ്ങനെയാണ്, ഈ പ്രിൻസസിൻ്റെ കഥ എങ്ങനെയാണെന്നൊക്കെ അവിടെ ഒരു ചെറിയൊരു ബുക്കിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കാം. വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇനി ജസ്റ്റ് ഒരു ചിക്കൻ അടിച്ച് കഴിഞ്ഞാൽ ഈ മിഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് മറക്കാതെ ഈ ഒരു ക്രമത്തിൽ തന്നെ ചെയ്യണം. ഇതാണ് ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ചിക്കൻ അടിക്കുക. ഇതെല്ലാം ഈ പറഞ്ഞ മിഷൻസ് എല്ലാം നിങ്ങൾക്ക് ഒറ്റ മാച്ചിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല ഭാഗ്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പതുക്കെ ഓരോരോ മാച്ചായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ആ ഒരു ഫോളോ അപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ അടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻ്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് 2 പ്രീമിയം കറിൻ്റെ കൂപ്പണും പ്ലസ് ഒരു 40 അച്ചീവ്മെൻറ്റ് പോയിൻ്റാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അച്ചീവ്മെൻറ്റ് മനസ്സിലായിരിക്കുന്നത് കാരണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഇത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തത്. ഇനി രണ്ടാമതുള്ള അച്ചീവ്മെൻറ്റും കൂടെ നമുക്ക് നോക്കാം. ഇനി അതിനുവേണ്ടി വേറെ വീഡിയോ ഇട്ടുണ്ടായല്ലോ, അപ്പോൾ ഇതിനകത്ത് തന്നെ അത് ഉൾപ്പെടുത്താൻ എന്തായാലും ടൈം കൂടി. അപ്പോൾ രണ്ടാമത്തെ ഈ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്കിവിടെ കുറച്ച് മിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പലർക്കും കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പാലസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ പുതിയ ഇവൻറ്റ് ലൊക്കേഷൻ ഉണ്ടല്ലോ മേളത്തെ, അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മിഷൻ എന്ന് പറയുന്നത്
നമ്മുടെ ഗ്രൗണ്ടിലുള്ള ആ ഒരു ഇവന്റ് ലൊക്കേഷൻ ഉണ്ടല്ലോ, താഴെയുള്ള, മേളത്തെ അല്ല താഴത്തെ ആ രാജകൊട്ടാരം പോലത്തെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവുക. അതാണ് അവിടെ ഒന്ന് എൻ്റർ ചെയ്യുക. അതാണ് രണ്ടാമത്തെ മിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ആ റിവേഴ്സൽ ബ്ലേഡ് ഉണ്ടല്ലോ, ആ പവറുള്ള ഒരു ഡാഗർ പോലത്തെ സംഭവം, അതൊന്ന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അത് കഴിഞ്ഞുള്ള മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഇറാങ്കിൾ ലൊക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നൊസ്റ്റാൾജിയ ലൊക്കേഷൻസ്, അപ്പോൾ അതൊന്ന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമൽ, നമ്മുടെ ഒട്ടകച്ചെവിയൻ, പുള്ളിക്കാരനെ ഒന്ന് യൂസ് ചെയ്യുക, ഒന്ന് ഡ്രൈവ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലിരുന്ന് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ മിഷൻ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം, ഈ മിഷനെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ അച്ചീവ്മെൻറ്റ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇത് ഓൾറെഡി നമ്മൾ ഇവൻ്റ് ഒന്ന് ജസ്റ്റ് നൈസായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേന് അത് ഓട്ടോമാറ്റിക്കായിട്ട് പലർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് മിഷന് നല്ല ഫോക്കസ് കൊടുത്ത് അതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഇവൻ്റൊക്കെ തീരുന്നതിന് മുമ്പ് മാക്സിമം ഈ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ഇവൻറ്റിൻ്റെ ബേസ് ആയിട്ടാണ് ഈ അച്ചീവ്മെൻറ്റ് വന്നേക്കുന്നത്. ഇവൻറ്റ് പോയി കഴിഞ്ഞാൽ ഈ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.